ആദ്യം ഏക്ക് എന്ന് പറയുമ്പോൾ നീ ഏക്കെന്ന് പറഞ്ഞാൽ നീ 1 2 3 പറഞ്ഞാൽ മതി. 1 എന്ന് പറയുമ്പോൾ തന്നെ ശ്വാസം എടുത്തുകൊണ്ട് കൈ മേലോട്ട് ഇങ്ങനെ പൊക്കണം. 1 കഴിച്ചൂടെ പൊക്കണം, കഴിച്ചൂടെ പൊക്കണം. അതിന് നിന്റെ കണ്ണുകൊണ്ട് മേലോട്ട് നോക്കാം, കൈയുടെ ഗ്യാപ്പിലോട്ട് നോക്കണം. കൈയുടെ ഗ്യാപ്പ് ഇച്ചൂടെ കൈ നല്ലതായിട്ട് പൊക്കണം. കൈ വലിഞ്ഞിരിക്കട്ടെ. പോട്ടെ. 2 എന്ന് പറയുമ്പോൾ നേരെ പറഞ്ഞേ 2 എന്ന് പറയുമ്പോൾ അത് തന്നെ നേരെ ശ്വാസം വിട്ടോണ്ട് നേരെ നിന്റെ കാല് ഈ നമ്മുടെ കാലിന്റെ പാദമില്ല, ആ പാദത്തിന്റെ അവിടെ തുറന്നു തിരിഞ്ഞേക്ക്. നിനക്ക് നീളത്തിൽ കളകാൻ പറ്റും. തിരിഞ്ഞേക്ക്, അങ്ങോട്ടേക്ക്. എടി ഇങ്ങോട്ട് നിൽക്കടി. നിനക്ക് അവിടുന്ന് അലമാരിയുടെ ഭാഗത്തോട്ട് അങ്ങോട്ട് നിൽക്കുക. ആ ജനലിന്റെ ഭാഗത്തോട്ട് അങ്ങോട്ട് നിൽക്കടി. എടി ജനലിന്റെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കാൻ. അപ്പുറത്തെ ജനലിന്റെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കാൻ. അപ്പുറത്തെ ജനലിന്റെ അങ്ങോട്ട് നിൽക്കാനെന്ന് ഞാൻ കാണണ്ട, അവളെ കാണിച്ചാൽ മതി. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. എടി ഇവിടെ പറയുന്നുണ്ടല്ലോ കേൾക്കണേ. അങ്ങനെ കാരണം നിനക്ക് അങ്ങോട്ട് കാലിൽ നീട്ടാൻ പറ്റുമോ? ഇച്ചിരി മുന്നോട്ട് കയറിക്കും. അതെ, മുന്നോട്ട് പാടി. മുന്നോട്ട് വരാൻ പുറകോട്ടും. ഇച്ചിരി പോട്ടെ. എന്നിട്ട് അങ്ങനെ കാണിക്കേ. ശ്വാസം പിടിച്ചിട്ട് ശ്വാസം വിട്ടിട്ട് നേരെ നിന്റെ കാലിലെ തള്ളവരൻ്റെ അടുത്തോട്. എടി അങ്ങനല്ല കണ്ടപ്പോ പൊട്ടത്തരം കാണിക്കുന്നു അവള്. ഇതൊക്കെ ഞാൻ ശാഖകളാണ് പിടകിട്ടോണ്ട് തന്നെ. എടി ശ്വാസം വിട്ടിട്ട് അങ്ങനെ തന്നെ നല്ല കൈ വലിഞ്ഞ് തന്നെ നിന്റെ നീ പോട്ടെ വലിഞ്ഞ് തന്നെ നിന്റെ ഞാൻ നട്ടൽ ഉൾപ്പെടെ ഇങ്ങനെ വളയണം. അതായത് കറക്റ്റ് ആ ബെൻഡായി ചുമ്മാ തോട് അങ്ങനെയൊക്കെ ഇച്ചിടത്തോ കുഞ്ഞി പറഞ്ഞു തരാം. അത് 2 3 എന്ന് പറയുമ്പോ തന്നെ പറയട്ടേ. അത് 2 വെക്ക്. 3 എന്ന് പറയുമ്പോ ഇടത്തെ കാലം മുന്നോട്ട് കയറ്റി. ഞാൻ കാണിച്ചു തരാം. അവിടെ വായിക്കണം. നോക്കേ നമ്മള് വി പോലെ നിൽക്കണം. കാലിന്റെ പത്തി കാലിന്റെ പത്തി വി പോലെ നിൽക്കണം. കാലിന്റെ പത്തി കേട്ടോ. നോക്കണം. ഇത് വി പോലെ നിന്ന് നമ്മളെ ഇങ്ങനെ പിടിക്കണ്ട. ഇവിടെ നോക്ക്. ഇങ്ങനെ വലിഞ്ഞിരിക്കണം. നല്ല